ഇന്ധന ലഭ്യതയിൽ ആശങ്ക വേണ്ടേ വേണ്ട എന്ന ഉറപ്പ് നൽകുകയാണ് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട ഏതു വെല്ലുവിളിയും നേരിടാൻ രാജ്യം സജ്ജമാണെന്ന് സർവകക്ഷി യോഗത്തിൽ അറിയിച്ചു. നിലവിൽ ഊർജ്ജ പ്രതിസന്ധിയില്ല. പശ്ചിമേഷ്യയിലെ സമാധാനത്തിനായി ഇന്ത്യ നയതന്ത്ര തലത്തിൽ ഇടപെടൽ നടത്തി. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നയതന്ത്ര തലത്തിൽ സ്വീകരിച്ച നിലപാടുകളും പ്രതിരോധ തയ്യാറെടുപ്പുകളും ഉൾപ്പെടെ സർവകക്ഷി യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു. സംഘർഷവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഏത് വെല്ലുവിളിയും നേരിടാൻ രാജ്യം സജ്ജമാണെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചു. നിലവിൽ ഊർജ്ജ പ്രതിസന്ധിയില്ല. LPG വിതരണത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും 5 ചരക്ക് കപ്പലുകൾ കൂടി അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യൻ തീരത്തെത്തുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. സംഘർഷം കേന്ദ്ര സർക്കാരും എംബസികളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. പ്രവാസികളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുമെന്നും വിദേശകാര്യമന്ത്രി യോഗത്തിൽ അറിയിച്ചു. തൃണമൂൽ കോൺഗ്രസ് ഒഴികെ എല്ലാ പാർട്ടി നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തതായി പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു പറഞ്ഞു. പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകിയിട്ടുണ്ടെന്നും എല്ലാവരും ഒരുമിച്ച് നിൽക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. पश्चिम एशिया में जो संकट है उसके बारे में जानकारी दिया. आदरणीय प्रधानमंत्री नरेंद्र मोदी जी की इच्छा से हम लोगों ने ऑल पार्टी मीटिंग बुलाया है और मैं सभी पार्टी के नेताओं को ധന്യവാദ് ദേना चाहता हूं. യുദ്ധം നടക്കുന്ന മേഖലയിൽ നിന്നായി 4 ലക്ഷത്തോളം ഇന്ത്യക്കാർ ഇതിനോടകം സുരക്ഷിതമായി തിരിച്ചെത്തി. ഹോർമൂസ് കടലിടുക്ക് വഴി കൂടുതൽ ചരക്ക് കപ്പലുകൾ എത്തിക്കാനും ശ്രമം തുടരുകയാണ്. ചരക്ക് കപ്പലുകൾ എത്തിക്കുന്നതിന് ഇന്ത്യ ആർക്കും പണം നൽകിയിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സംഘർഷവുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിലും ലോക്സഭയിലും പ്രധാനമന്ത്രി പ്രസ്താവന നടത്തിയതിന് പിറകെയാണ് സർവകക്ഷി യോഗം ചേർന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.